ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് ഇന്ന് അത്ര സുഖം പോരാ. ഞാൻ നാട്ടിൽ വന്നിട്ട് ഏകദേശം 1 മാസം ആവാനായേ. വന്നിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു റെന്റിന്. ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ. നാട്ടിൽ ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും അപ്ലൈ ചെയ്യും, പിന്നെ തിരിച്ചു പോകും. അതിന്റെ ലേണേഴ്സിന്റെ ഡേറ്റ്, അങ്ങനെയൊക്കെ ഓരോ ഡേറ്റുകൾ ഇങ്ങനെ കുറെ വൈകിയൊക്കെയാണ് എനിക്ക് കിട്ടാറ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു ടെസ്റ്റിന്. പിന്നെ എനിക്ക് ഭയങ്കര മടിയായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ലൈസൻസ് എടുത്തത്. ലൈസൻസ് എടുത്തിട്ട് ഇതുവരെ ഞാൻ വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല. ഒറ്റ തവണയാണ് ഞാൻ ഓടിച്ചിട്ടുള്ളത്. എനിക്ക് വലിയ കോൺഫിഡന്റ് ഒന്നും പോരായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യമാണല്ലോ വീട്ടിൽ വണ്ടി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഒന്നും നോക്കാണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലോ ഒന്നും നോക്കാണ്ട് ഞാൻ വണ്ടി എടുത്തു. നമ്മള് ഫാമിലി ആയിട്ടുള്ള ഫുൾ കറക്കവും ആ വണ്ടിയിലായിരുന്നു. നമ്മൾ മൂന്നാറ്, വാഗമൺ, പൊന്മുടി, ഇപ്പതാ വർക്കല ഒക്കെ ആ വണ്ടിയിലാണ്. ഇന്ന് ആ വണ്ടി തിരിച്ചു കൊടുക്കാൻ പോവാണ്. 2 വീക്സിനാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ തിരിച്ച് കയറാന്ന് കരുതിയിട്ട് എടുത്തതാ. ഇപ്പൊ ഏകദേശം 3 വീക്സ് ആയിട്ടുണ്ട്. ഇന്നാണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ വണ്ടി കൊടുത്തതിന് ശേഷം എനിക്ക് അറിഞ്ഞൂടാ, നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും മെയിൻ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. എന്തുകൊണ്ടാണ് നാട്ടിൽ വണ്ടി എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല. ഇപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൂത്ത ആങ്ങളെയും ഗൾഫിൽ പോയി. ഞാൻ അതിന് അധികം വീഡിയോസ് കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടില് പ്രത്യേകിച്ച് ഇനി വണ്ടി ഞാൻ ഇട്ടിട്ട് പോയാലും ഉപയോഗിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി എടുക്കാത്തത്. ഇന്ന് അവസാനം വർക്കലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുകൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വർക്കലയിലുള്ളൊരു റിസോർട്ടാണ്. ഇവിടെ കടലിന്റെ വ്യൂ ഒക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. ഞാൻ വന്നപ്പോൾ നല്ല മഴയാണ്. പിന്നെ ലാസ്റ്റ് ഡേയുടെ നമ്മളെ വ്ളോഗിന് വൈൻഡപ്പ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര മഴയാണ്. എനിക്ക് പിന്നെ അങ്ങോട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നടന്നില്ല. എന്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ അവസാനിക്കണം എങ്ങനെ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ബട്ട് ഈ കടലിന്റെ വ്യൂ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ ഓഷൻ ഹോളിക്കാണ് കേട്ടോ. എനിക്ക് കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മറ്റെന്തിനേക്കാളും ഇഷ്ടമാ കടല്, ഈ കാട്, മൗണ്ടൻസിന്റെ ഒക്കെ കാലം എനിക്ക് ഇഷ്ടം കടലാ. എന്തോ ഒരു വല്ലാത്ത സമാധാനമാണ് എനിക്ക് ഈ കടലിന്റെ അടുത്തൊന്ന് നിൽക്കുമ്പോ. എന്നെ പോലെ ഓഷൻ ഹോളിക്കായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പെട്ടിയും ചട്ടിയും കടകൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ്. നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇവിടെ എന്തോ ഒരു പരിപാടി അയച്ച് വന്നതാണ്. അറിയാലോ, ആളിവിടെ ഉള്ള ആളല്ല, എറണാകുളം ബേസ്ഡ് ആണ്. അങ്ങനെ ആള് പോയപ്പോഴത്തേക്കും ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടോപ്പുറത്ത് പാടിപ്പാടി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും വരും. വന്നതിന് ശേഷം ഞങ്ങള് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. ആലപ്പുഴയാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ വണ്ടി കൊടുക്കൽ വ്ളോഗാണ്. സ്വന്തം വണ്ടി ഇല്ലെങ്കിലും കുറച്ച് നാൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് എന്റെ സ്വന്തം വണ്ടി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നല്ല മഴക്കാറുണ്ട്. ഇനി അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ഇത് കടലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ റൂംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ടോ, ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത്. സീ വ്യൂ ഉള്ള ആകെ ഈ 2 ഉള്ളൂ. പിന്നെ ഇന്നലെ ആക്ച്വലി വന്നപ്പോൾ എനിക്ക് റൂം കിട്ടിയില്ലായിരുന്നു. അതെനിക്ക് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു റൂം ഞാൻ ബുക്ക് ചെയ്തൊക്കെ വന്നതാണ്. പക്ഷേ എനിക്ക് ഇന്നലെ ഇവിടെ എത്തിയതിന് ശേഷം അവർ റൂം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. എൻ്റെ പൈസയൊക്കെ പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, അതൊരു 10-15 ദിവസത്തിനുള്ളിൽ കിട്ടും. പക്ഷെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് വീണ്ടും നമ്മൾ ബുക്ക് ചെയ്ത്. അമ്മേ, ഈ സാധനത്തിനോട് എന്തോ ഭയങ്കര പേടിയാ. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് പച്ചവെള്ളം പോലും വാങ്ങിച്ച് കുടിച്ചിട്ടില്ല. ഇന്നലെ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ച് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചത്. അത് ഇന്നലത്തെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം. പിന്നെ കടലിലോട്ട് ഇറങ്ങിയിട്ടൊന്ന് നീരാടണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടോ? ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷെ ഇപ്പൊ നല്ല മഴ പെയ്യും. മഴക്കാരുണ്ടോ? അതാണ് ക്ലിഫ് കേട്ടോ, വർക്കല ക്ലിഫ് അതാണ്. മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. ചെക്കോട്ടിന്റെ സമയമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ജർഗടി. അമ്മേ, അയ്യോ, എനിക്ക് എൻ്റെ ലൈഫിൽ പേടിയുള്ളൊരു സാധനമാണ് ആ പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിയാ അതിനെ. അതും പേടിയാ, പാമ്പും പേടിയാ. പോകാൻ ഇറങ്ങിയപ്പോ നല്ല മഴ. ഇപ്പൊ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ കേട്ടോ ഞാൻ അവിടെ നിന്ന്. അപ്പോഴത്തേക്കും മഴ. ഞാൻ എങ്ങനെ പോകുമല്ലയാ, വണ്ടിക്കകത്താണ് എൻ്റെ കുടയുള്ളത്. ഞാൻ നനഞ്ഞു വേണം പോവാൻ.
എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവറൊക്കെ ഉണ്ട് ഗൈസ്. ഡ്രൈവർ നിന്റെ വെല്ലച്ചന്റെ വീടിയല്ലോ ഇടും, ഇവിടെ ഇറങ്ങിങ്ങോട്ടെ ഞാൻ ഇടും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിടും. കണ്ടോ ഡ്രൈവർ. ഇവരിന്ന് ഞാൻ ബ്ലാക്ക് ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിച്ചൊന്ന് ബ്ലാക്ക് ഡ്രസ് എടുത്തിട്ടുണ്ടോ. ഇത് തന്നെ നീ പറഞ്ഞു, ഇത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ മനുഷ്യൻ തെറ്റിദ്ധരിക്കും. അല്ല, അന്ന് നീ എന്താ സ്കോർ ചെയ്തു, ഇന്ന് എനിക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ ഡ്രസ് ഇട്ടാ ഇറങ്ങിയത്. പക്ഷെ എന്തിട്ടാലും ഞാൻ ഭയങ്കര ലുക്കാ, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഗൈസ്? ലുക്കിന്റെ കാര്യത്തില് നോ കോംപ്രമൈസ്. ഓക്കെ, നീ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്. എന്റെ ഇത്ര ലുക്കില്ല. നീ ഉള്ള പുട്ടിയെല്ലാം അടിച്ചിട്ട് ഞാൻ സൺ പ്രൊട്ടക്ട്, ഞാൻ അങ്ങനെ പുട്ടിയിടുന്ന ഒരാളല്ല എന്നുള്ള എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. നമ്മളിപ്പോ എന്താ ഓർഡർ ചെയ്യുന്നറിയോ? ചിക്കൻ ബിരിയാണി. ഇതിന് ഊണ് ഇന്നലെ എന്നെ ഊണ് കഴിപ്പിച്ചൊരു വശത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവനെ കൊണ്ട് ബിരിയാണി കഴിപ്പിക്കുകയാണ്. കാരണം എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചപ്പെടുത്തില്ല. രാവിലെ നീച്ച മുതൽ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇവരിപ്പൊ കെട്ടിയെടുത്തതേ ഉള്ളൂ. ഇപ്പല്ല, കുറച്ചു നേരമായി. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോ വന്നപ്പോഴത്തേക്കും 1 മണി. പറയട്ടെ, നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക തലത്തിലെ ഉയർന്ന 2 വ്യക്തിത്വങ്ങളുമായിട്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഒരാളൊരു മന്ത്രിയാണ്. വെയിറ്റ് ആൻഡ് സീ. കാണാൻ തയ്യാറാവും നിങ്ങള്. ഗാലറി വിഷൻ മീഡിയ സെർച്ച് ചെയ്യൂ, കാണൂ. പ്രൊമോഷൻ. അതെ അതെ, ഫ്രീക്ക് പ്രൊമോഷൻ. അപ്പൊ അതുകൊണ്ട് ഇവൻ വരാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്ന റിസോർട്ടിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നീളത്തിന് അവര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എണ്ണി, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നിട്ടില്ല. ഇപ്പഴാ കഴിക്കുന്നേ. അപ്പൊ നോക്കട്ടെ ഇവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ള. ആംബിയൻസ് ഒക്കെ ഒന്നൊന്നര ആംബിയൻസ് ആണ് ഇവിടുത്തെ. പക്ഷെ ഫുഡിന്റെ കാര്യം കാത്തിരുന്ന് കാണാം നമുക്ക്. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരോടും പറയും, ഈ വ്ളോഗിലും പറയും. പറ്റുന്നവരെ നശിപ്പിക്കും ഞാൻ. ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഉണ്ടാണ്ടിരുന്നോ. നീ എന്താ വെറൈറ്റി ആക്കാൻ പോകണോ? എനിക്കേ നീ സ്പൂണ് തൊട്ടിട്ട് തുഴയാൻ വയ്യ. ഞാനും കണ്ടില്ലേ, പൊരിച്ച വീടല്ലേ. പൊരിച്ച വീടാണ്. എനിക്ക് ഈ പീസ് ഇഷ്ടമല്ല. ഓക്കെ, നീ കഴിക്ക, പെട്ടെന്ന് കഴിക്കുക. ടേസ്റ്റ് നോക്കിയിട്ടാണ് എനിക്ക് വായിക്കാത്ത വെക്കാൻ. കൊള്ളാവോ? പറയില്ല. നൈസ്. വിശപ്പുള്ളതുകൊണ്ട് എന്ത് കഴിച്ചാലും നല്ലതായിരിക്കും. അത് ശരി, 2 മണിയായി. എണീറ്റിട്ട് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അഡീഷണൽ പപ്പടത്തിന് 5 രൂപ കൂട്ടിയ നാറുകളായിരുന്നു. സത്യമായിട്ടും ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവൻ ബില്ല് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥയാ പറയുന്നത്. പപ്പടത്തിനൊക്കെ പൈസ എടുത്തു. ഒരു പപ്പടം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പപ്പട പ്രാന്താണ്. അപ്പൊ ഒരെണ്ണം അഡീഷണൽ വാങ്ങിച്ചതിന് അവര് 5 റുപ്യ എടുത്തുന്നോ. ബാധിക്കണം. ഇതൊക്കെ കോംപ്ലിമെന്ററി ആണ് പപ്പടം എന്നൊക്കെ പറയുന്ന സാധനം. നമ്മുടെ സ്റ്റാൻഡേർഡിനെ ബാധിക്കും. ഇവരിങ്ങനെയാണെന്നും പറഞ്ഞ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ? 5 15 28 കൊടുക്കാം. അങ്ങനെയല്ല, അതല്ല. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം ഊണായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ഇവക സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ പപ്പടം, അച്ചാറ്, അതുപോലെ ഈ സലാഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാടൊന്നും ആൾക്കാർ കഴിക്കത്തില്ല. മെയിൻ കോഴ്സേ എടുക്കത്തുള്ളൂ. പപ്പടമൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. 2 പപ്പടം, ഒരു 3 പപ്പടമൊക്കെ അല്ലേ വാങ്ങിക്കത്തുള്ളൂ. മോശമായി പോയി. എനിക്ക് വലിയ മോശമൊന്നും തോന്നുന്നില്ല. കാരണം ഇവരെല്ലാം മറ്റേ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനിപ്പം പപ്പടത്തിന് 5, അച്ചാറിന് ഒരു 5 രൂപ കൂട്ടാത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അവർ മറ്റേ പ്ലേറ്റിന് കൂട്ടണമായിരുന്നു. ഓരോ പ്ലേറ്റ് എടുക്കുന്നതിന് 5 രൂപ കൂട്ടാത്തതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കത് കണ്ടപ്പോ എന്തോ ഒരു ഓക്വേർഡ് ആയിട്ട് പോയി. കാരണം നമ്മളിങ്ങനെ ഫുഡെല്ലാം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് ഓക്കെ ഫൈൻ. ഒരു ഫ്രീക്കര് നമ്മൾ അവരുടെ അമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ അല്ലെ? അതിന്റെ അമ്മയുടെ മക്കൾ തന്നെ അല്ല. അതൊക്കെ ഒരു കസ്റ്റമർ ക്യാൻവാസിങ്ങിന് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് അത് പ്രശ്നം 5 രൂപ അല്ലേ അതല്ല. പക്ഷെ അതെന്ന് പറയുന്ന ഒരു കോമൺ ഒരു സാധനമാണ്. ഒരു റെസ്റ്റോറന്റ് കാണിക്കേണ്ട ചില നല്ല സൽപ്രവൃത്തികളിൽ ഒന്നാണ്. സത്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹാർബർ ഉള്ള കാര്യം ഞാൻ ഇന്നാണ് അറിയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ കൊല്ലം ഹാർബർ
ആലപ്പുഴ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കൊല്ലം ബീച്ച് ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ട് വന്നതാ. പക്ഷെ ഞാൻ ഇതിന് മുന്നേ വന്ന ബീച്ച് എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ബീച്ചിനേക്കാൾ അല്ലേ എനിക്ക് ഇത് കാണുന്നപ്പോൾ കുറച്ചുകൂടെ ഹാപ്പിനെസ് കിട്ടി ഗൈസ്. കാരണം ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, ഹാർബർ. പക്ഷെ ഇപ്പം ഇച്ചിരി ചവറൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഫുൾ വ്യൂ കാണിക്കാം. നല്ല ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും ചവറ്. ഈ ചവറ് കളയാനുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി നമ്മുടെ കേരള നഗരസഭ ഒന്ന് കണ്ടെത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ നമ്മുടെ നാട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കുറേ ചപ്പും ചവറും കാണുന്നത് കണ്ടോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ വീണ്ടും ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് കറക്റ്റ് ബീച്ചിന്റെ അവിടത്തോട്ട് വന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്കുവേ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുൽക്കണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വീണ്ടും ഞാൻ ഇട്ടിട്ട് ആകെ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ വീണ്ടും അത് കഴിക്കാനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെ ഞാൻ പറ്റിച്ച് കടൽ കാണിക്കാന്നൊക്കെ പറഞ്ഞു. ഗുൽക്കണ്ട് അല്ലെന്നെയാ ഒരെണ്ണം. നിങ്ങളെ റെസിപ്പി ഞാൻ ഔട്ടാക്കുവാണേ. ഞാൻ ഓൾറെഡി ഇല്ല, ഇത് ഇവിടെ നല്ല തോന്നുന്നു വാങ്ങിച്ചത്. നിങ്ങളെന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളത്? അപ്പൊ നിങ്ങളടുത്ത് തന്നെയാ വാങ്ങിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. എന്താ ആകെ പ്രശ്നം എന്താ അറിയോ, തണുപ്പ് അത്ര അറിയില്ല. എന്താ ഈ കൂടുതൽ ഫ്രൂട്ട്സ് കിടന്നുണ്ടോ? കാരണം ഞാൻ ഒരു ഇറച്ച വിലത്തെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത്. ഇപ്പത്തെ ടേസ്റ്റ് ആണ് കേട്ടാ. പിന്നെ വലിയ കുഴപ്പം വരത്തില്ല. ഇപ്പൊ അതെ, ഇതാണ് ഗുൽക്കണ്ട്. മനസ്സിലായോ? ഇതാണ് എന്റെ ഹൈലൈറ്റ്. ബട്ടറൊക്കെ എടുത്തിട്ടിങ്ങനെ ബട്ടർ ഗുൽക്കണ്ട്. ഗുൽക്കണ്ട് ഇതിനെ കാണിക്കുന്നത് അതൊന്നും എടുത്തു. ഇതിനെന്നാ പറ്റി? ഇതിനെന്താ വയ്യേ? എടാ എനിക്കൊരു ക്യാറ്റ് ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇങ്ങനെ തന്നെയാണ് എന്റെ ക്യാറ്റും കാണിക്കല്. ഓ പടാ. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗുൽക്കണ്ട് കഴിക്കാൻ മറക്കരുത് ഗൈസ്. അല്ല, ഞാൻ ഓൾറെഡി എന്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മണ്ടിക്കിന് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കാണുമ്പോ തന്നെ കൊതി വരും. ആ മിക്സ് ചെയ്യാം. എന്താടി ഇത്? ബട്ടർ ഗുൽക്കണ്ട്. ഇതിപ്പോ മിക്സ് ചെയ്യണം. നീ കൈപ്പിടി. മിക്സ് ഒന്നും ചെയ്യണ്ട, നീ കുത്തിച്ച് കഴിച്ചാ മതി മോനെ. അല്ല എല്ലാം കൂടി മിക്സ് ആവണ്ടേ? എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചിട്ടുള്ളതാ. സൂപ്പർ അല്ലേ? നല്ല പാടാണല്ലോ മിക്സാക്കാൻ. നീ ഒരുപാട് മിക്സ് ചെയ്യല്ലേ മോനെ? നശിക്കുവോ? അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് അതിന്റെ തനതായിട്ടുള്ള ടേസ്റ്റ്. സൂപ്പർ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. ആകെ ഇവളുടെ ഒരു ശല്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവളുടെ വ്ളോഗിങ് ആണ്. മര്യാദക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, അപ്പം വരും ഫോണുമായിട്ട്. ഞങ്ങൾ ബാത്റൂമിൽ പോകുന്നു. അറിയാവുന്നൊന്ന് പറഞ്ഞോട്, കുറച്ച് മാനസികം കുറയ്ക്കാൻ. നിന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോട്ടെ. കുറയോ അപ്പെങ്കിലും? കാലിക്കട്ടാ കൊണ്ടോണേ. എന്ത് മാനസികാരോഗ്യ കേന്ദ്രം? ഊളംപാറയാ മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാ മാനസികാരോഗ്യ കേന്ദ്രങ്ങളാ. ഇത് പക്ഷെ എന്താണല്ലോ ഇവളുടെ ഗുൽക്കണ്ട് ഒട്ടും പ്രതീക്ഷയില്ല അങ്ങോട്ടൊന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെന്നോ. ബീച്ച് നോക്കിക്കേ, ബീച്ചിന്റെ അടുത്ത് പോയിട്ട് വരാം. എന്താടാ പറഞ്ഞേ? ആ അതെ അതെ, വേറെ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാ വരാൻ പാടില്ല, റോപ്പൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് മറികടക്കണതിൽ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടേ. ഇഷ്ടല്ലേ? ഈടാ എനിക്ക് വേണ്ട.
എടാ പതിയെ കഴിയടാ, കുറച്ചെടുത്ത് കഴിയടാ, തീർന്ന്. കാലിക്കറ്റ് ബീച്ച് പോലെ തന്നെ വലിയ ബീച്ചാട്ടോ ഇവിടെ, കൊല്ലം ബീച്ച്. വൈകുന്നേരം കഴി കഴിഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടാവും. ആ കടകളൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴേ കുറച്ചുകൂടി ഡെവലപ്മെന്റ്സ് ഇവിടെ വേണം. കാരണം നമ്മളിങ്ങനെ വെറും കടല് മാത്രം കണ്ടുപോകുന്ന സെറ്റപ്പ് അല്ലാണ്ട് നമ്മുടെ ഈ വർക്കല കണ്ടണക്കുള്ള ആകാശത്തൂടെ പറക്ക വേണം. ഇതെന്താ സാധനം തീർന്നിട്ട് നീ എന്താ ഈ ഇതുമായിട്ട് നടക്കുന്ന ഇങ്ങനെ? കളയാൻ കൊണ്ടുപോവാ. ഓ നീ ആ ദുബായ് കൾച്ചറല്ലേ നിനക്ക്? അത് വേണം, അത് വേണം, അത് വേണം. വേസ്റ്റ് ടിൻ പിന്നെ എന്തിനാ? അതെ, ആ വേസ്റ്റ് ടിന്നിൽ തന്നെ. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, മൊത്തത്തിൽ കുറച്ച് വൃത്തികേടാണ് ബീച്ച് മൊത്തത്തിൽ. അത് നമ്മുടെ നാട്ടുകാരെ തന്നെ പ്രശ്നമാണ്. മാക്സിമം വേസ്റ്റ് ടിന്നിൽ തന്നെ വേസ്റ്റ് ഇടേണ്ടതാണ്. ഓക്കെ. നമ്മുടെ കൊല്ലം ബീച്ചിലുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചു ഇതിനു മുന്നേ, ഈ സ്റ്റാച്ചു അല്ല, ഇതുപോലൊരു സ്റ്റാച്ചു ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം ബീച്ചിൽ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരമായ ഒരു സ്റ്റാച്ചു ആണെന്ന് നോക്കിക്കേ. ഭയങ്കര മനോഹരമാണ്. കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സ്റ്റാച്ചു ആണ്. ഇതാരും നിർമ്മിച്ച എനിക്ക് അവിടെ കാണണമല്ലോ. തമാശല്ല, ഒരു കുടുംബവുമായി വരുന്നവർക്ക് കാണാൻ പറ്റുന്ന സ്റ്റാച്ചു ആണോ? കാര്യം കലയാണ്, പ്രതിമയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബമായിട്ട് വരുമ്പോ കൊച്ചു കുട്ടികളെ പ്രതിമയായിട്ട് കാണണം. മനപ്പൂർവ്വം ഇങ്ങനെ സംസാരിക്കും. തമാശക്കാനോ? അതൊക്കെ കലാകാരന്റെ മികവാണത്. പിന്നെ അല്ലാണ്ട് ആ ശംഖുമുഖത്ത് ആ മത്സ്യകന്യക പോലത്തെ ആ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിനൊക്കെ കാണുമ്പോണ്ടല്ലോ, അത് കാണാനാ മെയിൻ ആൾക്കാർ അങ്ങോട്ട് പോകുന്നേ. ഞാനൊക്കെ കണ്ണ് മിഴിച്ച് അന്താളിച്ച് നിന്നിട്ടുണ്ട്. മോൻ ഇവിടുന്ന് റൈറ്റ്, ഈ റൈറ്റ്. അതെ അതെ, എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ അകാര വടിവുള്ള സ്റ്റാച്ചുകൾ, സ്ത്രീകൾ. അതൊക്കെ ഇന്ന് എന്റെ വീക്ക്നെസ് ഞാൻ നോക്കിക്കാറുണ്ട്. നിനക്കൊക്കെ അങ്ങനെ അകാര വടിവിലൊക്കെ ഇതുള്ളത്. ഞാനൊക്കെ ഒൺലി നോക്കുന്നത് ക്യാരക്ടർ, നല്ല മനുഷ്യരാകുക. ഒരു സ്ത്രീയെ കാരണം അകാര വടിവുള്ളവരെ മാത്രം ഞങ്ങൾ നോക്കുമെന്ന് പറയുന്നത് അകാര വടിവില്ലാത്തവരുടെ ആകർഷണവും തനിക്ക് നോക്കാനുള്ള ശേഷിയും ഇല്ലെന്നാണ് അതൊക്കെ പറയുന്നത്. നേരിടുന്നത് ഞാൻ താഴെ ഇറക്കില്ല മോളെ, നിന്നെ ഞാൻ നേരിടുന്നത് താഴെ ഇറക്കുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞല്ല ഞാന്. പിന്നെ എന്താ താങ്കൾ പറഞ്ഞത്? ഇവിടെ ഒരു നല്ല പുഷ്പിച്ചിട്ടുള്ള ഒരു മരവും ഒരു ഉണങ്ങിയ മരവും നിക്കുവാണെങ്കിൽ നീ ഏതാ നോക്കുക? ഞാൻ രണ്ടും നോക്കും. അത് ഞാൻ മരം മാത്രമേ ഞാൻ നോക്കും. ആദ്യം നോക്കും, പിന്നെ ഉണങ്ങിയ മരം നോക്കും. ശരിയല്ല മോളെ, നിന്റെ ഈ ക്യാരക്ടർ ശരിയല്ല. ഇങ്ങോട്ടേക്ക് നമ്മളീ പോകുന്നത് തന്നെയാണോ? ആദ്യം ലൊക്കേഷൻ എടുക്കട്ടെ. തൽക്കാലം നമുക്ക് നിർത്താം. എനിക്ക് അങ്ങോട്ടും കൂടെ അടി വെച്ച് മുന്ത ഇല്ല. ആലപ്പുഴ ബീച്ചിലും കൂടെ പോയിട്ട് മാത്രം ഞാൻ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. അല്ല പിന്നെ അത് നമുക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ ഈ കോട്ടയത്ത് കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് തനിക്കറിയുമോ? 80 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതുവരെ താങ്കൾ ആ വ്ലോഗ് ഒന്ന് നിർത്തൂ. സമാധാനം തരൂ എനിക്ക് ഇച്ചിരി. ഞാൻ അതുകൊണ്ടാ പകുതിക്കൊന്നും ഒരു വീഡിയോ എടുക്കുക. ഇതൊക്കെ കാട്ടിക്കൂട്ടാൻ വ്ലോഗ് എടുക്കണ പറഞ്ഞത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. താഴെ ഓടോ? ടെസ്ലയാണോ? എങ്ങനെയല്ലോ തുഴഞ്ഞ് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കുന്നു. ഇനി ഏത് ബീച്ചാ കാണാനുള്ളത്? ട്രിവാൻഡ്രം മുതൽ ആലപ്പുഴ വരെയുള്ള എല്ലാ ബീച്ചുകളും നമ്മൾ കണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ ഉള്ളൂ വണ്ടി കൊടുക്കുന്ന സ്ഥലം. ഇനി എന്തെങ്കിലും ഭക്ഷിക്കാം. ഇത്ര നേരം വെള്ളം പോലും കുടിച്ചില്ല. എന്താണെന്ന് അറിയത്തില്ല, പാട്ടും വെച്ച് ഇങ്ങനെ ലൊക്കേഷൻ നോക്കി ഇവിടെ എത്തി. വേറെ ഒന്നും ഇറങ്ങിയൊരു ചായ അടിക്കാനും ചായ കുടിച്ചായിരുന്നു. അത് അവിടെ നിന്ന് വർക്കല കഴിഞ്ഞ അവിടെ ചായ കുടിച്ചതാ. ഇനിയിപ്പോ ഇവിടെ നമുക്കൊരു മുളക് ബജ്ജി കഴിക്കാം. കുറേ ആയി മുളക് ബജ്ജി കഴിച്ചിട്ട്. മുളക് ബജ്ജിയും കോഫിയും ഒക്കെ കുടിക്കാം. അതെന്തുവാ? അത് കോളിഫ്ലവർ അല്ലേ? എനിക്ക് കോളിഫ്ലവർ മതി. അത് മതി. പഴംപൊരി വേണ്ട, ഇത് തന്നാ മതി. ഇത് പ്രധാനമന്ത്രിയുടെ മന്ത്രി എന്നത് മാത്രം എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ ഫുൾ കിലോമീറ്റർ ഓടിച്ചു ഞാനാണോ വണ്ടി പുറയിലാണ്. കോഫി, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. നല്ല രസമുണ്ട്. നോക്കടാ, ഈ ലൈറ്റ് തന്നു വിടോ? ചൂടാണ്, കഴിക്കുമ്പോ കഴിക്കാൻ സോസ് വെച്ചോടാ. ഞാൻ ഈ തൂങ്ങിക്കിടക്കണ മുളക് കണ്ടിട്ടാണ് മുളക് പച്ചിക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല സുടാ ഇருக்கு.
കസേരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, ഫുള്ള് മഴയെ കൊണ്ട് എല്ലാം ദ്രവിച്ചു. എന്തൊരു ചൂടടാ. കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നും തന്നില്ല, ഫ്രീ ആയിട്ടൊന്നും. ഭയങ്കര ആക്റ്റീവ് അല്ലേ, മാഷാഅല്ലാ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്ര ആക്റ്റീവാണ്, അയാൾ എന്തായിരുന്നായിരിക്കും അലയാക്കല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. അല്ല ഇവിടെ ഇപ്പൊ 2-3 മുട്ടയൊക്കെ ഇരുന്നൊക്കെ എവിടെ പോയി തിന്നു ഇവിടെ ഇങ്ങനെ പെരുപ്പിച്ചേ. ഇത് കോഴിക്കോട് തിന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ. ആ അത് തീർന്നിട്ട് ഇതെടുത്ത് ചെറുക്ക. എന്നാ ഒരു കോഫി ഒരു ലൈറ്റ് ചായയാണ്. കണ്ടോ എനിക്കുണ്ട് അൻസാരിക്ക ഫ്രീ ആയിട്ട് ബ്ലോഗ് ചെയ്തോണ്ടിരിക്കട്ടോ. നിങ്ങൾ നാളെ വയറില്ല. ഒരു ചായ ഒരു കോഫി വേണം. ഒരു ചായ ഒരു കോഫി, ഒരു ചായ ലൈറ്റ് കേട്ടോ. ചായ അല്ല, കടും ചായ. ലൈറ്റ് ഒരെണ്ണം കോഫി, ഒരു കട്ടൻ കാപ്പി, ഒരു കട്ടൻ ചായ. ഷുഗർ ഇല്ലേ? ഷുഗർ വേണ്ട. ഷുഗർ വേണ്ട, മധുരം തിരിച്ചു തരാം. പഞ്ചാര തിരിച്ചു തരാം. അതിന് കട്ടൻ കാപ്പിക്ക് മധുരം വേണ്ട, കട്ടൻ ചായക്ക് മധുരം അല്ലേ വൈ. ലൈക്ക് എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട്. എനിക്ക് വിറ്റുണ്ട് ഉള്ളി കൊള്ളാം. അച്ഛ വീട്ടിൽ പോയ കണക്കെ ചുമ്മാ സാധനങ്ങൾ കൊണ്ടുവന്ന് അച്ഛരുക ചോദിക്കാണ്ട് കൊണ്ട് തന്നതാ ഇതൊക്കെ. ഇതെന്റെ ആണേ. ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞ ഇപ്പൊ ഇതും കൈവെക്കുവൻ. കടിഞ്ഞാൻ തരാത്ത മുളക് ബജ്ജി ഒരു കൊണ്ട് തന്നെ കേട്ടോ, നമ്മൾ ചോദിച്ചു വാങ്ങിച്ചല്ല. എന്തോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് മേടിച്ചാ അല്ല എവിടെ ആഗ്രഹിച്ചിട്ട് ഞാൻ പിന്നെ ഇത് കൊള്ളത്തില്ല ചീത്തയാന്നൊക്കെ പറഞ്ഞേ. ഞാൻ കഴിച്ചില്ലല്ലോ, ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. നിനക്ക് വേണ്ടി വേണ്ടായിരുന്നു. കക്കിറച്ചിയും കപ്പെന്ന് കേട്ടപ്പോ ഇവന് വേണ്ടാന്ന് പറഞ്ഞതാ. ഇപ്പൊ നോക്കിക്കേ, ഓ എന്താ സ്നേഹം. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പറ്റിക്കഴിഞ്ഞ ഇവന് എന്റെ ജന്മത്തിനൊന്നും വാങ്ങിച്ചു തരത്തില്ല. ഞാൻ ചോദിക്കുന്നേ. അയ്യോ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോഴോ ന്യായമായ വേവ്. എനിക്കതിന് മണ്ടോട്ടെ കപ്പ ഭയങ്കര വീക്കിലെത്താം. നീ ചക്ക പുഴുങ്ങി കഴിക്കുവോ? ചക്ക പുഴുക്കോ? ആ ഞാൻ കഴിക്കാനാണ്. ചക്ക പച്ചക്ക് കിട്ടണം. നമ്മൾ അവിടെ ബീച്ചില് കോഫിയൊക്കെ കുടിച്ചിരുന്നിട്ടെ ട്രെയിനിന്റെ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓടിപ്പിണച്ചൊരു വരവുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ വണ്ടി കൊടുത്തതും എടുത്തതും ഒന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് പിന്നെയാണ് ഓർമ്മ വന്നത്, നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് വണ്ടി കൊടുക്കുകയാണെന്നും പറഞ്ഞിട്ടാ. ബാക്കിയുള്ള എല്ലാം ഞാൻ കാണിച്ചു, വണ്ടി മാത്രം കാണിച്ചിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ ഞാൻ വണ്ടിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഓ ഇനി നല്ല സങ്കടമുണ്ട്, ഞാനത് കാണിക്കാത്ത. എനിക്ക് ഭയങ്കര ടെൻഷനായി പോയ സമയത്ത് ട്രെയിൻ കിട്ടുമല്ലോ. ഇപ്പൊ തന്നെ ഓൾറെഡി രാത്രി 8:30 മണിയൊക്കെ ആയി. അങ്ങനെ 3 ആഴ്ചയായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള വണ്ടി ഞാൻ കൊടുത്തു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അപ്പുറം എനിക്ക് വയ്യ, എനിക്ക് നാവിട്ട് അലയ്ക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. ഉച്ചയ്ക്ക് ആ ബിരിയാണി അടിച്ചത് തന്നെയാണ്. ഇപ്പം ആ കപ്പ് ഇച്ചിരി കൂടെ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ക്ഷീണിച്ചു. ഭയങ്കര ചൂടാണ് ഇവിടെ, മഴയൊക്കെ പെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലൂടെ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.